മൂന്നാം ലോക മഹായുദ്ധം ഒരു കാൽപാതകലെ. ഈ ഒരു പ്രസ്താവന പറഞ്ഞത് ആരാണെന്നറിയോ? മറ്റാരുമല്ല, വ്ളാഡിമിർ പുടിൻ. കഴിഞ്ഞ ദിവസം വീണ്ടും റഷ്യയിൽ അധികാരമുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. 5ാം തവണയാണ് പുടിൻ റഷ്യയിൽ അധികാരമുറപ്പിക്കാൻ പോകുന്നത്. 87.9% വിജയം ഉറപ്പിച്ചാണ് പുടിൻ റഷ്യയിൽ വീണ്ടും സ്ഥാനമുറപ്പിക്കുന്നത്. ഇനിയൊരു 6 വർഷം, അതായത് 2030 വരെ പുടിൻ റഷ്യ ഭരിക്കും. അതിനിടയിൽ പുടിൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുനിയുമെന്ന് ഉറപ്പുമുള്ള കാര്യമാണ്. യുദ്ധങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭരണാധികാരികളുണ്ട്. അതിലൊരാളാണ് ഈ വ്ളാഡിമിർ പുടിൻ. റഷ്യയും അമേരിക്കയും കൂടി നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം വഷളായാൽ മഹായുദ്ധം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. റഷ്യയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭരണത്തിൽ വരുന്ന ഒരു അധികാരി കൂടിയാണ്. ഈ ജോസഫ് സ്റ്റാലിനെയും കടത്തി വെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പുടിൻ. പുടിൻ ഒരു നിശബ്ദ പ്രതികാരദാഹിയും കൂടിയാണ് കേട്ടോ. ശത്രുവിനെ ചിരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ പ്രതിപക്ഷ നേതാവായ അലക്സി നാവൽനെ നിശബ്ദമായിട്ട് കീഴ്പ്പെടുത്തിയത്. ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള കൈകൾ ആരുടെയാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമൊന്നുമല്ല. പുടിന്റെ രാഷ്ട്രീയ എതിരാളികളെ എല്ലാം പുടിൻ എന്ത് ചെയ്തു? ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. കൂടാത്തതിന് സെൻസർഷിപ്പ് അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പുടിന്റെ ഈ ഭരണ തുടർച്ച ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പൊ US, അതുപോലെ UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. വ്ളാഡിമിർ പുടിന്റെ ഈ ഭരണത്തോടെ റഷ്യയിൽ ജനാധിപത്യം ഭരണം അവസാനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പുടിനെ എതിർക്കുന്നവരെ തുടച്ചു നീക്കാൻ പുടിന് വൃത്തിയായിട്ട് അറിയാം. ഒരു തരത്തിൽ മറ്റൊരു ഹിറ്റ്ലർ മുഖം കൂടിയാണ് വ്ളാഡിമിർ പുടിൻ്റെത്. പുടിന്റെ നയങ്ങളെല്ലാം വളരെ അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെയാണ് പുടിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പും അടിച്ചമർത്തി വിജയിച്ചു വന്നത്. ഇതുപോലൊരു വിജയം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പുടിൻ തന്നെ പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ടാകും? ഈ ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയുമുള്ള വിജയമാണല്ലോ പുടിൻ കൈവരിച്ചിട്ടുള്ളത്. ശരിയാണ്, യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. അത് ഈ മെയിലാണ് വരാൻ പോകുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലത്തിന്റെ അതേ ഒരു റിസൾട്ട് തന്നെയാണ് യഥാർത്ഥ റിസൾട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത്. ഈ 3 ദിവസത്തെ തിരഞ്ഞെടുപ്പ് മുതലെടുത്തുകൊണ്ട് യുക്രൈൻ എന്ത് ചെയ്തു? റഷ്യയുടെ ഓയിൽ റിഫൈനറികൾക്ക് നേരെ ബോംബാക്രമണം നടത്തി. യുക്രൈൻ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല ഈ പുടിൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ പുടിൻ ചെയ്ത് കൂട്ടുമെന്നുള്ള കാര്യത്തിലും കണ്ടറിയണം. പിന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് മുഴുവനും ഒരു നാടകം മാത്രമാണ്. പുടിനെ എതിരായിട്ട് നിന്നവര് ബാക്കിയുള്ള 3 പേരും പുടിൻ തന്നെ നിർത്തിയവരാണ്. ഏകാധിപത്യ ഭരണം ഏകദേശം പുടിൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുടിൻ ഒരു യുദ്ധക്കൊതിയൻ തന്നെയാണെന്ന് പറയാം. ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവരാൻ ഇപ്പം G20 ഉച്ചകോടിയിൽ വരെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും പറയുമ്പോഴും മറ്റൊരു വശത്ത് എങ്ങനെ ലോക സമാധാനം നശിപ്പിക്കാം പദ്ധതിയിലാണ് ഇപ്പൊ പുടിൻ. പിന്നെ പുടിന്റെ ഭരണ തുടർച്ച കാത്തിരിക്കുന്ന ഒരു രാജ്യം കൂടിയുണ്ട്, ചൈന. റഷ്യ ചൈന സഖ്യം ഇന്ത്യക്ക് ഒരു ഭീഷണി തന്നെയാണ്. ചൈനയുമായിട്ട് ഇന്ത്യ നല്ലൊരു സ്വരത്തിലല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടെയാണ് ചൈനയ്ക്ക് റഷ്യ എന്ന വൻ ശക്തിയുടെ പിൻബലം കൂടി കിട്ടിയിട്ടുള്ളത്. ഇന്ത്യ ഒരു ന്യൂട്രൽ ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രശ്നങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുമുണ്ട്. റഷ്യയുമായിട്ട് ഇന്ത്യ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വ്ളാഡിമിർ പുടിന്റെ ഭരണ തുടർച്ച ഇനി ഏതൊക്കെ രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും അതുപോലെ ഇനി വരും നാളുകളിൽ പുടിന്റെ നീക്കം എങ്ങനെയാകുമെന്നും കണ്ടറിയണം.